റിവിഷൻ ക്ലാസ്സസ് പാർട്ട് 7 ചാപ്റ്റർ 5 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യങ്ങൾ. അതിൽ ഒരു ക്വസ്റ്റ്യനാണ് സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 26/5. ദ നമ്പർ ഈസ് ഡാഷ്. ഒരു സംഖ്യയുടെയും അതിൻ്റെ വിപരീത ഭിന്നത്തിൻ്റെയും തുക 26/5 ആണ്. സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ സംഖ്യ എക്സ് എന്നെടുക്കുന്നു. അപ്പോൾ എക്സ് പ്ലസ് വിപരീത ഭിന്നം അതായത് 1/x ഈസ് ഈക്വൽ ടു 26/5. ഇനി ഇവിടെ ഈ 5 അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ഈ 5 ഇൻറ്റു x² + 1 എന്നെഴുതാം. ഈ എക്സ് ഇങ്ങോട്ട് പോകും 26x. ഇതിൻ്റെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 5x², 5 ഇൻറ്റു 1 5, 5x² + 5 ഈസ് ഈക്വൽ ടു 26x. ഈ 26xനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് -26x ആകുന്നു. 5x² - 26x + 5 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ a² + bx + c ഈസ് ഈക്വൽ ടു 0 രൂപത്തിലാണ്. അപ്പോൾ ഇത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഈ രണ്ടാംകൃതി സമവാക്യത്തിൻ്റെ എയുടെ വാല്യൂ x²ൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ x²ൻ്റെ ഗുണോത്തരമാണ് എ ഈസ് ഈക്വൽ ടു 5, b ഈസ് ഈക്വൽ ടു -26, c കോൺസ്റ്റൻ്റ് ടേം c ഈസ് ഈക്വൽ ടു 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല -b ± √b² - 4ac/2a. അപ്പോൾ ഇവിടെ -b എന്ന് പറയുമ്പം b എന്നതിൻ്റെ നെഗറ്റീവ്, b എന്ന് പറയുന്നത് -26 ആണ്. അതിൻ്റെ മൈനസ് എന്ന് പറയുമ്പോൾ അത് +26 ആകും. 26 ± √26ൻ്റെ സ്ക്വയർ -4 ഇൻറ്റു a 5 ആണ്, സിയും 5 ആണ്. 4 ഇൻറ്റു 5 ഇൻറ്റു 5/2a 2 ഇൻറ്റു 5. 26 ± 26ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 26നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. 26 ഇൻറ്റു 26 അതായത് 676 മൈനസ് 4 ഇൻറ്റു 5 20 ഇൻറ്റു 5 100/10. 676ൽ നിന്ന് 100 പോകുമ്പോൾ 576. 576 എന്ന് പറയുമ്പം 24ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 26 ± 24/10. ഇതിൽ 26 + 24/10 എന്നും 26 - 24/10 എന്നും എഴുതാം. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 50 കിട്ടും. 50/10 അതായത് 5. ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ 2/10 അതായത് 1/5. അപ്പോൾ ഇതിലെ നമ്പറായിട്ട് നമുക്ക് 5 എടുത്താൽ 5ഉം 1/5ഉമാണ് ആൻസറായിട്ട്, അതായത് സംഖ്യ 5 ആണ്. 5 + 1/5 എന്ന് പറയുമ്പോൾ 26/5. അവയുടെ ഡിഫറൻസ് 5 - 1/5 എന്ന് പറയുമ്പോൾ എന്ത് ഡിഫറൻസിൻ്റെ കാര്യം പറയുന്നില്ല. അതിൻ്റെ സമ്മ 26/5 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സംഖ്യ 5 ആണ്. ഒരു ദീർഘചതുരത്തിൻ്റെ ഒരു വശം മറുവശത്തേക്കാൾ 4 കൂടുതൽ. ദീർഘചതുരത്തിൻ്റെ പരപ്പളവ് 140 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ചെറിയ വശം x ആണെങ്കിൽ സമവാക്യം എഴുതുക. ദീർഘചതുരത്തിൻ്റെ വശങ്ങൾ കണ്ടെത്തുക. One side of a rectangle is 4 more than the other side. Area of the rectangle is 140 square centimeter. If the small side is x, then write the equation. Find the sides of the triangle. അപ്പോൾ നമ്മൾ സ്മോൾ സൈഡ് റെക്റ്റാങ്കിളിന് 2 സൈഡ്, റെക്റ്റാങ്കിളിൻ്റെ സ്മോൾ സൈഡ് എക്സ് എന്നും മറ്റേ സൈഡിന് s+4 എന്നും കൊടുക്കുക. സ്മോൾ സൈഡ് എക്സ്, മറ്റേ സൈഡ് s+4 എന്ന് കൊടുക്കുക. അതിനേക്കാൾ 4 കൂടുതൽ. അതായത് ചെറിയ വശം എക്സ്, വലിയ വശം s+4. ഏരിയ എന്ന് പറയുമ്പോൾ x ഇൻറ്റു s+4, ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 140 എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ x ഇൻറ്റു x² പ്ലസ് x ഇൻറ്റു 4x ഈസ് ഈക്വൽ ടു 140. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ വേണമെങ്കിൽ വേറൊരു മെത്തേഡുണ്ട്. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 4. 4ൻ്റെ പകുതി 2. ആ 2ൻ്റെ സ്ക്വയർ 2 സൈഡിലും ആഡ് ചെയ്യാം. അതായത് പെർഫെക്റ്റ് ഒരു സ്ക്വയർ ആക്കി മാറ്റാം ഇതിനെ മൊത്തം നമുക്ക്. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ 4ൻ്റെ പകുതി 2, 2ൻ്റെ സ്ക്വയറായ 4 ഇവിടെയും ആഡ് ചെയ്തു, ഇവിടെയും ആഡ് ചെയ്തു. അപ്പോൾ ഇതിനെ നമുക്ക് s+2² എന്ന് എഴുതാം. കാരണം s² + 4x + 4 ആണല്ലോ s+2². അപ്പോൾ 140 + 4 144.
ഇനി S+2 എന്ന് പറയുമ്പോൾ 144ൻ്റെ സ്ക്വയർ റൂട്ടായ 12. എക്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 12 - 2 10. അങ്ങനെ വശങ്ങൾ നമുക്ക് ചെറിയ വശം ആയിട്ടാണ് നമ്മൾ എക്സ് എടുത്തത് 10, മറ്റേ വശം 14. 10 സെൻറ്റിമീറ്ററും 14 സെൻറ്റിമീറ്ററും കിട്ടുന്നു. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ S² കോഎഫിഷ്യൻ്റ് A1, ബി എന്ന് പറയുന്നത് 4, സി എന്ന് പറയുന്നത് -140. എക്സിൻ്റെ വാല്യൂ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബിയുടെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ 16 -4ac 4 × -140. ഈ രണ്ട് മൈനസും കൂടെ വരുമ്പോൾ അത് പ്ലസ് ആകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 516 കിട്ടും. 516 16 കൂടെ ആഡ് ചെയ്യുമ്പോൾ 576 കിട്ടും. അതിൻ്റെ 576 എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 24 ആണ്. അപ്പോൾ -4 + 24/2 -4 - 24/2 വരും. ഇത് ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. 24 - 4 20, 20/2. ഇത് -28/2. അപ്പോൾ ഇവിടെ 10 എന്നും -14 എന്നും വരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വിലയായ 10 മാത്രം എടുക്കുന്നു. ഇനി വേറൊരു മെത്തേഡും ഉണ്ട്. അതായത് തുക എന്ന് പറയുന്നത്, അതായത് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് തുകയായിട്ടും ഈ -140 പ്രോഡക്റ്റായിട്ടും വരുന്ന രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കുക. അതായത് 14ഉം 10ഉം 14ഉം -10ഉം കൂടെ ഗുണിച്ചാൽ -140 വരും. 14ഉം -10ഉം ആഡ് ചെയ്താൽ 4ഉം വരും. അപ്പോൾ S+14 × x - 10 = 0. അതായത് S+14 = 0 or x - 10 = 0, x -14 or x +10. x - 10 = 0. ഇത് 0യാണ്. x - 10 = 0. അപ്പോൾ x = 10. അങ്ങനെയും ചെയ്യാം.